വർഷങ്ങൾക്ക് മുൻപ് അവളുമായുള്ള എൻ്റെ ആദ്യ രാത്രിയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ആ രാത്രി ഒരു നീരാളിയുടെ കൈകൾ പോലെ എന്നെ ഇടയ്ക്ക് പൊതിയാറുണ്ട്. ശ്വാസം മുട്ടിയാലും ഞാൻ രക്ഷപ്പെടാൻ ശ്രമിക്കാറില്ല. ആ നീരാളിപ്പിടുത്തത്തിന് പേരിടാൻ സാധിക്കാത്തൊരു വൈകാര്യതയുണ്ടായിരുന്നു. ഞങ്ങൾ വിവാഹിതരായിരുന്നില്ല. സ്നേഹമെന്ന വികാരം ഒരിക്കൽ പോലും പങ്കുവച്ച സുഹൃത്തുക്കളോ അയൽക്കാരോ ബന്ധുക്കളോ ആയിരുന്നില്ല. പിന്നെ ആരായിരുന്നു? ഒരു സ്വപ്നമെന്ന പോലെ ഞാൻ പറയാൻ ശ്രമിക്കാം. അന്ന് ഞാൻ ബിലാസ്പൂരിൽ ജോലി ചെയ്യുകയായിരുന്നു. സാങ്കേതിക ലോകം ലാപ്ടോപ്പിലേക്ക് പോലും എത്തി നിൽക്കാത്ത കാലം. ഒരവധിക്കാലം നാട്ടിൽ ചിലവഴിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തിയത് പുലർച്ചയ്ക്കായിരുന്നു. പ്ലാറ്റ്ഫോമിൽ നിന്ന് പല്ലു തേക്കുകയായിരുന്നു ഞാൻ. തുടർന്ന് ബസ് സ്റ്റാൻഡിൽ പോയി സിഗരറ്റ് കത്തിച്ചുകൊണ്ട് ഒരു കപ്പ് കാപ്പി കുടിക്കണം. ആദ്യത്തെ ബസ്സിൽ കയറി താമസിക്കുന്നിടത്തേക്ക് ചലിക്കണം. അത്രേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഉള്ളിൽ. ഒരു കവിൾ പെപ്സുഡൻ പത ട്രാക്കിലേക്ക് തുപ്പുമ്പോഴാണ് ഒരു പെണ്ണിനെ ഞാൻ കാണുന്നത്. തിരക്കൊഴിഞ്ഞ ഉത്സവപ്പറമ്പിൽ ഒറ്റപ്പെട്ടു പോയ ഒരു കുട്ടിയെപ്പോലെയായിരുന്നു അവളുടെ നടത്തം. ആരെയോ കാത്തിരിക്കുന്നത് പോലെ. കാത്തിരുന്ന് മുഷിഞ്ഞ കണ്ണുകളുമായി അവൾ ട്രാക്കിൻ്റെ ഇരുവശത്തേക്കും നോക്കുകയാണ്. ഇത്രയും അക്ഷമയോടെ ആരെങ്കിലും തീവണ്ടിയെ കാത്തിരിക്കുമോ എന്നായിരുന്നു അപ്പോഴത്തെ എൻ്റെ ചിന്ത. ഞാൻ ട്രാക്കിലേക്ക് തലകുനിച്ച് നാവ് തുടച്ചു. തുടർന്ന് കാറിയ എൻ്റെ തൊണ്ടയുടെ ശബ്ദം കേട്ടപ്പോഴാണ് അവൾ എന്നെ ശ്രദ്ധിക്കുന്നത്. ഞാൻ ചിരിച്ചു. അവൾ ചൊടിച്ചു. വായും മുഖവും ഒക്കെ കഴുകി അവളുടെ അരികിലൂടെ ഞാൻ നടന്നപ്പോൾ എന്നെ ഒന്ന് സഹായിക്കുമോ എന്നവൾ ഹിന്ദിയിൽ ചോദിക്കുകയായിരുന്നു. പെണ്ണൊരുത്തി പുലർച്ചയുടെ തണുപ്പിൽ നിന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പൊതുവെ ആ വിഷയത്തിൽ ദുർബലനായ ഞാൻ തീർച്ചയായും എന്ന് പറഞ്ഞു. ലക്നൌവിൽ നിന്ന് തൻ്റെ കാമുകൻ്റെ കൂടെ ജീവിക്കാൻ രാത്രിയിൽ എത്തിയതാണ് പോലും അവൾ. സ്റ്റേഷനിൽ കാത്തിരിക്കുമെന്ന് പറഞ്ഞ് കാമുകൻ ഇരുട്ട് കൊഴിഞ്ഞ് പുലർച്ചയിലേക്ക് വീണിട്ടും വന്നില്ല. അവളെ ആകെ വല്ലാത്തൊരു ഭയം വിഴുങ്ങിയിരിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? ഞാൻ അവളോട് ചോദിച്ചു. തൻ്റെ കാമുകനെ കണ്ടെത്താൻ സഹായിക്കുമോ എന്നായിരുന്നു അവളുടെ ആവശ്യം. ചെമ്പൻ മുടിയോടുകൂടി വാടിയ മുഖത്തോടെ അവൾ അങ്ങനെ ചോദിച്ചപ്പോൾ സഹായിക്കാമെന്നേ എനിക്ക് പറയാൻ തോന്നിയുള്ളൂ. അങ്ങനെ അവളുടെ കൂടെ ആ കാമുകനെ അന്വേഷിച്ച് ഒരു സിനിമാ കഥ പോലെ ഞാനും കൂടി. കയ്യിലുണ്ടായിരുന്ന ഒരു തുണ്ട് കടലാസിൽ നിന്ന് അവൾ പറഞ്ഞ സ്ഥലത്തേക്ക് ആദ്യത്തെ ബസ്സിൽ തന്നെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ടിക്കറ്റ് എന്നെ കൊണ്ട് എടുപ്പിച്ചപ്പോൾ തന്നെ കൂടെ പോകാൻ തീരുമാനിച്ചത് അബദ്ധമായി പോയെന്ന് പേഴ്സിൽ തൊട്ടുകൊണ്ട് ഞാൻ ഓർത്തിരുന്നു. ചെമ്പൻ മുടികൾ പറപ്പിച്ച് ബസ്സിൻ്റെ മുൻവശ സീറ്റുകളിൽ ഒന്നിലിരുന്ന് അവൾ മയങ്ങുകയാണ്. പിറകിൽ അനാഥമായിരിക്കുന്ന എന്നെ അവൾ ശ്രദ്ധിച്ചതേയില്ല. ഉച്ചയോടുകൂടി ഞങ്ങൾ ബസ്സിൽ നിന്നിറങ്ങി. ഇനി എങ്ങോട്ട് പോകുമെന്ന ചിന്ത പോലെ അവൾ അല്പനേരം മാനത്തോട്ട് നോക്കി ആലോചിച്ചു. അതിനുശേഷം എന്നെ നോക്കി വിശക്കുന്നുവെന്ന് പറഞ്ഞു. എൻ്റെ പേഴ്സ് പിന്നെയും ചുരുങ്ങി. ശേഷം അവളുടെ നിർദ്ദേശപ്രകാരം സൈക്കിൾ ഓട്ടോയിൽ കയറി ആ പ്രദേശമാകെ ഞങ്ങൾ അലയുകയായിരുന്നു. തൻ്റെ ചുറ്റുപാടുകളിലെ എല്ലാ ചെറുപ്പക്കാരുടെ മുഖങ്ങളിലും അവൾ അവനെ തിരഞ്ഞു. സന്ധ്യയായിട്ടും തൻ്റെ കാമുകനെ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ അവൾ കരഞ്ഞു. തെരുവ് വെളിച്ചം വളരെ കുറഞ്ഞ ആ ഇടം വിട്ട് ബിലാസ്പൂരിലേക്ക് തിരിച്ചു പോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടും അവൾ സമ്മതിച്ചിരുന്നില്ല. കയ്യിലെ പണമെല്ലാം തീർന്നെന്ന് പറഞ്ഞപ്പോൾ കഴുത്തിൽ കിടന്നൊരു സ്വർണ്ണമാല അവൾ ഊരിത്തരാൻ തുടങ്ങി. എന്തുകൊണ്ടോ അതെനിക്ക് വാങ്ങാൻ തോന്നിയില്ല. അവസാന ബസ് പോയാൽ ഇവിടം കുടുങ്ങിപ്പോകുമെന്ന് കെഞ്ചി പറഞ്ഞിട്ടും അവൾ കേട്ടതായി ഭാവിച്ചില്ല. തളർച്ച മാറ്റണമെന്ന് വളരെ ക്ഷീണിതയായി അവൾ പറഞ്ഞു. അങ്ങനെയാണ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ ലോഡ്ജിലേക്ക് ഞങ്ങൾ നടക്കുന്നത്. ഒരു അന്യപുരുഷനുമായി മുറി പങ്കിടാൻ അവൾക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. എന്നെ അത്രയ്ക്കും വിശ്വാസമാണോ എന്ന് ചോദിച്ചപ്പോൾ അവളൊന്നും പറഞ്ഞതുമില്ല. കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങി വന്നപ്പോഴേക്കും അവൾ കുളിച്ച് വേഷമൊക്കെ മാറിയിരുന്നു. ഞാനും ഒരുങ്ങി. അപ്പോഴേക്കും കൊണ്ടുവച്ച ഭക്ഷണത്തിൻ്റെ പാതി കഴിച്ച് അവൾ കിടക്കാൻ ഒരുങ്ങുകയായിരുന്നു. ഒരുവളെ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ നിർവൃതിയാണോ, അവളുമായി തുടക്കത്തിൽ ആഗ്രഹിച്ചതുപോലെ ഇടപെടാൻ പറ്റാത്തതിൻ്റെ നിരാശയാണോ എന്നറിയില്ല. എനിക്ക് ഭക്ഷണം ഇറങ്ങിയതേയില്ല. ഒരേ ഭാഷ പോലും അല്ലാത്ത ഒരുവനെ വിശ്വസിച്ച് കൂടെ കൂട്ടാനും മുറി പങ്കിടാനുമുള്ള അവളുടെ ധൈര്യത്തെ ഓർത്തപ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടുപോയി. തുടർന്ന് അവളുടെ കാമുകൻ എന്ത് സംഭവിച്ചിരിക്കുമെന്ന് ഓർക്കുകയും ചെയ്തു. ചതിച്ചതായിരിക്കും, അല്ലാതെ എന്ത്. കിടക്കയുടെ ഒരറ്റത്തോട് ചേർന്ന് അവൾ ഉറങ്ങിയപ്പോൾ മറ്റേ അറ്റത്തിൽ ഞാനും വീണു. വിശ്വസിച്ച് കൂടെ കൂട്ടി അവളോട് ഒരു തരത്തിലും മോശമായി പെരുമാറരുത് എന്ന ചിന്തയിൽ ഞാൻ കണ്ണുകൾ അടച്ചു. ഒരു മുൻപരിചയമില്ലാത്ത അവളുമായി പങ്കിട്ട ആ രാത്രിയെ എനിക്കിന്നും ഓർത്തെടുക്കാം. പിറ്റേന്നുണരുമ്പോൾ മുറിക്കകത്ത് അവൾ ഉണ്ടായിരുന്നില്ല. ഒരു വാക്കുപോലും പറയാതെ അവൾ പോയിരിക്കുന്നു. മേശമുകളിൽ തലേന്ന് അവൾ ഊരിത്തരാൻ ശ്രമിച്ച മാലയും കൂടെ ഒരു കുറിപ്പും ഉണ്ടായിരുന്നു. ഒരു ദിവസം കൂടി തന്നെ ജീവിപ്പിച്ചതിന് നന്ദിയെന്ന് മാത്രമായിരുന്നു അതിൽ കുറിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു സ്വപ്നത്തിൽ നിന്ന് ഉണർന്നതുപോലെ ഞാൻ ബിലാസ്പൂരിലേക്ക് യാത്ര തിരിച്ചു. ട്രാക്കിൻ്റെ ഇരുവശത്തേക്കും നോക്കി ക്ഷമയില്ലാതെ തലേന്ന് പുലർച്ചയ്ക്ക് അവൾ കാത്തിരുന്നത് മരണത്തിൻ്റെ വണ്ടിയായിരിക്കണം.
മരിക്കാൻ തീരുമാനിച്ചവർക്ക് കിട്ടുന്ന ധൈര്യത്തിൽ നിന്നായിരിക്കണം തൻ്റെ കാമുകനെ തിരയാൻ എന്നെ കൂട്ടുപിടിച്ച് അവളൊന്ന് ശ്രമിച്ചത്. അത് പരാജയപ്പെട്ടത് കൊണ്ടായിരിക്കണം അങ്ങനെയൊരു കുറിപ്പ്. എന്തായാലും ജീവിതകാലം മുഴുവൻ ഓർക്കാനൊരു യക്ഷിക്കഥയെന്ന പോലെ അവൾ എൻ്റെ തലയിലുണ്ട്, ആ മാല എൻ്റെ നെഞ്ചിലും. പ്രിയപ്പെട്ടവർക്കായുള്ള കാത്തിരിപ്പിൻ്റെ അവസാനം നിരാശയാണെങ്കിൽ തുടർന്ന് ഭയവും മരവിപ്പും അതിനുശേഷം മരണവുമാണെന്ന് അവൾ പറയാതെ പറയുകയായിരുന്നു. വികാരമൊന്നു വന്നാൽ മനുഷ്യരെത്ര വിചിത്രരാണല്ലേ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.